me if I am okay to marry. അതുവരെ അങ്ങനെ ഒരു തോട്ട് എന്റെ മനസ്സിൽ പോയിട്ടില്ല. അത് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഇട്ടുള്ളൂ. അപ്പൊ അതിന് അല്ലാത്ത പക്ഷം അങ്ങനെ ഒരു തോട്ട് എനിക്കില്ല. We were best friends. I generally thought we were going to do the whole lifetime as best friends. പക്ഷെ when he asked me to marry me എന്ന് ചോദിച്ചപ്പോൾ no, എനിക്ക് അവിടെ പറയാനുള്ള ഒരു ഓപ്ഷൻ എനിക്കുണ്ടായില്ല. The moment he asked, I said yes. അത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയില്ല. So I think this is what we call destiny. It was already written. No matter whatever you think you do, എന്ത് ചെയ്താലും എന്തൊക്കെ പ്ലാൻ ചെയ്താലും ലൈഫിൽ there's something called destiny. What's written for you, you will definitely end up there എന്ന് പറയുന്ന പോലെ I believe that's how this happened. And the best thing about Sibin is there are a lot of things. I wouldn't call him the perfect person or myself as well. But I love this person with all his flaws and perfections. എനിക്ക് സിബിൻ എന്ന് പറയുന്ന ആളെയാണ് ഏറ്റവും ഇഷ്ടം. No matter how he is, what he is എന്തായാലും. പിന്നെ the best thing I have seen in him is he's a very selfless person. He puts others first and then himself. So that is one thing I've always admired about him. അത് എന്ത് കാര്യമായിക്കോട്ടെ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ I love that thing about it and I respect that. ഹണിമൂണിന് ഇനി പോവാൻ സമയം സിബിനിൽ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ? ആണോ? ഇത് പ്രണയമൊന്നുമല്ല ബ്രോ, ഒരു ഡിസിഷൻ ഞങ്ങൾ എടുത്തതാണ്. സാരിയെല്ലാം ഞങ്ങൾ ആക്ച്വലി സ്വയം ബലിയാടുകളാകാൻ ഞങ്ങൾ ഒരുങ്ങി കിട്ടി നിങ്ങളുടെ മുമ്പിൽ ഓക്കെ. ആര്യ സിബിൻ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സോ മച്ച്. അത് കഴിഞ്ഞില്ലടാ. ഇത് നിങ്ങളുടെ വിവാഹ ചിത്രങ്ങളൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. അതിനേക്കായും രണ്ടിരട്ടിയാണ് റിസപ്ഷൻ ഉണ്ടായത്. എല്ലാരും വന്നിരുന്നോ? വിളിച്ച എല്ലാരും വന്നിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? സൗകര്യമുള്ളവരൊക്കെ വന്നു തോന്നുന്നു. ബാക്കിയുള്ളവർ പേഴ്സണൽ ബുദ്ധിമുട്ട് കാരണം വരാതിരുന്നവരൊക്കെ ഞങ്ങൾ മെസ്സേജ് അയച്ചു. തിരക്കിൽ പെട്ടുപോയി എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട്. എന്താണ് ഇതൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ടല്ലോ, യൂട്യൂബിലുണ്ട്. ചെന്നൈ എയർപോർട്ട്. അതെ, ചെന്നൈ എയർപോർട്ട്. ആണോ? ഇത് പ്രണയമൊന്നുമല്ല ബ്രോ, ഒരു ഡിസിഷൻ ഞങ്ങൾ എടുത്തതാണ്. ആദ്യമേ അദ്ദേഹത്തിന് തോന്നി കല്യാണം കഴിച്ചാൽ നല്ലതായിരിക്കും. അങ്ങനെ ഒരു തോട്ട് വന്നപ്പോൾ അദ്ദേഹം അത് എന്നോട് വളരെ ഓപ്പണായിട്ട് വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. എനിക്കും അത് നല്ലൊരു തോട്ടായിട്ട് തോന്നി. അപ്പൊ ഞങ്ങൾ അപ്പൊ തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അതിനുശേഷം അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് എല്ലാവരെയും അറിയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ഡേറ്റിംഗ് ഫേസ് അല്ലെങ്കിൽ ഞങ്ങൾ വർക്ക്ഔട്ട് ആവുമോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയത്. എല്ലാം ഓക്കെ ആണ് എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ കല്യാണത്തിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു. എന്റെ കോസ്റ്റ്യൂം ഇത് ഡിസൈൻ ചെയ്തത് സ്റ്റിച്ച് ചെയ്ത് മെനിൻക്യൂവാണ്. എന്റെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് മെനിൻക്യൂവാ. എന്റെ ഹിന്ദു വെഡിങ് സ്റ്റൈൽ ചെയ്തത് ശബരിയാണ്. ഷബ്സിയാണ് ആര്യയുടെ എല്ലാം സ്റ്റൈൽ ചെയ്തത്. സാരിയെല്ലാം സ്വന്തം നമ്മുടെ ബ്രാൻഡ് തന്നെയാണ്. നമ്മുടെ മുണ്ടും കാഞ്ചീവരം. ആക്ച്വലി സിബിന്റെ കല്യാണം മുണ്ടും കാഞ്ചീവരം ആണ്. അപ്പൊ നമ്മള് സിബിനില് കൂടെ കല്യാണ ചെക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള മുണ്ട് കാഞ്ചീവരത്തിൽ ലോഞ്ച് ചെയ്യുവാണ്. പട്ടിന്റെ മുണ്ട്. അതിന്റെ ഒരു ലോഞ്ചും കൂടി ആയിട്ടാണ് അത് ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ അങ്ങനെ ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ സിബിന്റെ ഓൾമോസ്റ്റ് എല്ലാ കോസ്റ്റ്യൂംസും മെഹന്തി, ഞങ്ങളുടെ ഫസ്റ്റ് ഫംഗ്ഷൻ മെഹന്തി നൈറ്റ് നടന്ന ഒരു കേരള തീം ഉണ്ടായിരുന്നു. അത് മാത്രം ലാംസ് ബുട്ടീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബുട്ടീക്കാണ് ചെയ്തത്. ബാക്കി എല്ലാ ചെയ്തിരിക്കുന്നത് മെനിൻക്യൂ ആണ്. എന്തോ ഹണിമൂണിന്റെ പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ. ഹണിമൂണിന് ഇനി പോവാൻ സമയം. സിബിനിൽ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ? സിബിൻ ഭയങ്കര സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. സിബിന് സെൽഫ്ലെസ് അതായത് മറ്റുള്ളവരുടെ കാര്യം ആദ്യം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്വന്തം കാര്യം. സോ ഹി പുട്ട്സ് അതർ പീപ്പിൾ ഫസ്റ്റ്. എന്ത് തന്നെയാണെങ്കിലും അവന്റെ സ്വന്തം കാര്യം മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തുണ്ടെങ്കിലും അത് നല്ലതാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും
അവരുടെ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് സിബിൻ സ്വന്തം കാര്യം നോക്കാറുണ്ട്. അങ്ങനെയല്ല എടാ, ഞാൻ പറയുമ്പോ നീ എന്നെ ഇന്റർഫിയർ ചെയ്യണം. ഞാൻ പറയണത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നീ പറയണതാണ് എല്ലാരും സിബിന്റെ സ്റ്റേജിലെ റിസപ്ഷൻ സ്റ്റേജില് ആര്യനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു. അത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് തോന്നി. എന്നെപ്പോലുള്ളൊരു ആളെ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അത് എങ്ങനെയാ, അത് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാ? അല്ല, അത് ഞാൻ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു മെയിൽ പകർപ്പാണ് സിബിൻ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനും എന്നെ കുറെ ട്രോളിങ് നിന്റെ വിചാരം ഇതിന് വെറുതെ ഇവിടെ വന്നാണ്? അല്ല, അങ്ങനെയല്ല. എന്നാലും ഞങ്ങൾ ആക്ച്വലി സ്വയം ബലിയാടുകളാകാൻ ഞങ്ങൾ ഒരുങ്ങി കിട്ടി നിങ്ങളുടെ മുമ്പിൽ മയക്കം പിടിച്ച് നിന്നായിരുന്നു. അങ്ങനെയല്ല, ചോദിക്കട്ടെ. അത് നീ ആരെന്നൊക്കെ അതെ, ഇവനില്ലേ ഇവൻ ഈ ക്ലിപ്പ് ഇടുമ്പോ ഇവൻ റോയൽ കേറ്റേഴ്സിനെ നീ കൊളാബിടില്ലടാ, ഇടണം കേട്ടോ, നീ ഇടണം. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയാം, റോയൽ കേറ്ററിംഗ് ആണ്, ഇക്കയാണ് നമ്മുടെ കേറ്ററിംഗ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. കാഞ്ചീപുരത്തിലെ അതിലും വില കൂടിയ സാരി ഉണ്ട്. ആര്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയാണ് ആര്യ എടുത്തത്. വിവാഹം കഴിക്കാൻ പോകുന്നുള്ള ആദ്യം ആരോടാണ് പറഞ്ഞത്? മോളോട്. മോളെന്താണ് പറഞ്ഞത്? വലിയ കുട്ടിയോ എന്തിനാ വൈകിക്കുന്നത്, പെട്ടെന്ന് അങ്ങോട്ടെ എന്ന് പറഞ്ഞു. അവള് ഹാപ്പിയാ. അതില്ലേ കഴിഞ്ഞില്ലേ? അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. പല സ്ഥലത്തും വെച്ച് പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട്. കല്യാണത്തിന് വന്നതിന് ഒത്തിരി ഒത്തിരി താങ്ക് യു. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഇവന്റ് നടത്തിയത് തന്നെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെയും കൂടെ കൺസിഡർ ചെയ്തിട്ട്. മറ്റേ കല്യാണം ഞങ്ങൾ വളരെ ഇന്റിമേറ്റ് ആയിട്ട് നടത്തിയതുകൊണ്ട് നിങ്ങളെ ആരെയും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളെ കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ് ഈ ഒരു ഇവന്റ് ഞങ്ങൾ ചെയ്യുന്നത്. ആര്യയുടെ ഒരു റിയാലിറ്റി ഷോ ഓൺ ആയിട്ടുണ്ടല്ലേ? അതെ, റിയാലിറ്റി ഷോ അല്ല, TV ഷോ ആണ്. പേര് ഫൺ ബേബി ഫൺ. സിബിന്റെ പ്രോഗ്രാം അടിച്ചു കയറി വന്നത്. ഞങ്ങൾ രണ്ടുപേരും നേരെ സൂര്യ TV പോയി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കാറിലങ്ങ് പോയാൽ മതി. അല്ല, രണ്ട് ഷോ ആണ്, രണ്ട് സ്ഥലത്താണ് ഷൂട്ട്. രണ്ട് സ്ഥലത്താണ് ഷൂട്ട്. ഈ ഭാവിയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു ഷോയിൽ വരട്ടെ. ആശംസിക്കുന്നു. താങ്ക് യു. ബൗൺസേഴ്സ് അടിപൊളി. ഞാൻ പറയട്ടെ, ഞാൻ അവരെ കുറിച്ച് എന്ത് പറയാനാണ്. അവര് അറ്റൻഡ് ചെയ്ത ചെറിയ സെലിബ്രിറ്റികളുടെ ആൾക്കാർ, ഞങ്ങൾ ഹൈ റേഞ്ച് ആൾക്കാർ, സത്യം. ഹൃദയങ്ങൾ വലിയവരാ. അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗൈസ്. സൈസ് ആണല്ലോ. He asked me, എന്ന് ചോദിച്ചപ്പോ no. ആദ്യം എല്ലാവർക്കും വെൽക്കം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഗൈസ്. താങ്ക് യു സോ മച്ച്. ഓൺ ടൈം. ആര്യ പല ഇന്റർവ്യൂസിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്വഭാവമുള്ള ആൾക്കാരാണ്. ഞാൻ ആര്യാണ് എന്റെ ജീവിത പങ്കാളിയാകേണ്ടതെന്ന് ഞാൻ ചിന്തിച്ച് തുടങ്ങുന്നത് എന്റെ ജീവിതത്തിൽ ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ്. അതായത് ഞാനത് ഇപ്പൊ അടുത്ത പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒരു 3 ദിവസം ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒരു 3 ദിവസം. ആ 3 ദിവസമാണ് ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്ന ദിവസം. അതിൽ എന്റെ ഏറ്റവും കംഫർട്ട് എന്താണ്, എനിക്ക് ചിന്തിക്കാനുള്ള ഒരു സമയം സാഹചര്യം കിട്ടി. അത് ഇവിടെയാണ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്താണ് എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഒബ്വിയസ്ലി ഖുഷി ഇസ് ദേർ. സോ ഖുഷിയെ കണ്ട കാലം തൊട്ട് എനിക്ക് എന്റെ മകളാണ് ഖുഷി. അപ്പൊ എല്ലാം കൂടെ എന്നാൽ മകളുടെ അമ്മയെ എന്റെ കൂട്ടുകാരിയുടെ ഭാര്യ ആയിക്കൂടെ ഞാൻ അന്ന് ചിന്തിച്ചു. പിന്നെ അത് ഉറപ്പിക്കുന്നത് ചെന്നൈ എയർപോർട്ടിലാണ്. ചെന്നൈ എയർപോർട്ടിൽ എന്നെ പിക്ക് ചെയ്യാൻ ആര്യാപിക്കുന്ന ആ സമയത്താണ് എന്ന് തീരുമാനിച്ചത്. ആര്യയില് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ലോകത്ത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ തന്നെയാണ്. നമ്മൾ എത്ര അല്ലെന്ന് പറഞ്ഞാലും നമ്മൾക്ക് നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നെ പോലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ എവറിത്തിങ് അബൌട്ട് ദാറ്റ്. താങ്ക് യു. Absolutely. Even all the moments which I can relate. At this moment, I would like to ask you one sweet question. Okay, so Arya, what was that real moment when you realized Sivan are soulmates? Yani, our life, we share thousands of dinner dates, travel
ലൈഫും ഒക്കെ ഷെയർ ചെയ്യാൻ പോകുന്നത് റൈറ്റ് ആണ് എന്ന് മനസ്സിലാക്കി വന്നിട്ടുണ്ട്. ആൻഡ് what is the best thing? I know there are 100 or maybe thousands of things that come roll about it. പക്ഷേ the top ആണ് എന്നെ few of it. The moment I realized is definitely when he asked me if I am okay to marry. അതുവരെ അങ്ങനെ ഒരു തോട്ട് എന്റെ മനസ്സിൽ പോയി അറിയില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് അല്ലാത്ത പക്ഷം അതിലൊരു തോട്ടേ ഇല്ല. We were best friends. I generally thought we are only going to continue the whole lifetime as best friends. പക്ഷെ when he asked me marry me എന്ന് ചോദിച്ചപ്പോ നോ എന്നുള്ള പറയാനുള്ള ഒരു ഓപ്ഷനേ എനിക്ക് ഉണ്ടായില്ല. The moment he asked, I said yes. അത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയില്ല. So I think this is what we call destiny. It was already written. No matter whatever you think you do, എന്ത് ചെയ്താലും എന്തൊക്കെ പ്ലാൻ ചെയ്താലും ലൈഫിൽ there's something called destiny. What's written for you, you will definitely end up there എന്ന് പറയുന്നത് പോലെ I believe that's how this happened. And the best thing about Sivan is there are a lot of things. I wouldn't call him the perfect personality or myself as well. But I love this person with all his flaws and perfections. എനിക്ക് സിബിൻ എന്ന് പറയുന്ന ആളെയാണ് എനിക്ക് ഇഷ്ടം. No matter how he is, what he is എന്തായാലും. പിന്നെ the best thing I have seen in him is he's a very selfless person. He puts others first and then himself. So that is one thing I'm always admired about him. I think എന്ത് കാര്യമായിക്കോട്ടെ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ I love that thing about him and I respect that. Thank you so much. I think this is kind of the sweetest answer